മൊറോക്കോയിലെ പ്രിൻസ് മൗലൈ അബ്ദുള്ള സ്റ്റേഡിയം. ആഫ്രിക്കൻ നേഷൻസ് കപ്പിലെ കലാശ പോരാട്ടത്തിൽ ആതിഥേയരായ മൊറോക്കോയും സെനഗലും ഏറ്റുമുട്ടുകയാണ്. മൊറോക്കോ രാജകുമാരൻ മൗലൈ അബ്ദുള്ളയുടെ പേരിലാണ് ആ സ്റ്റേഡിയം. പക്ഷേ അവിടെ മറ്റൊരു രാജാവിൻ്റെ പട്ടാഭിഷേകമാണ് നടന്നത്. അയാളുടെ പേര് സാദിയോ മാനെ. അയാളുടെ രാജ്യം സെനഗൽ. ആ രാജ്യത്തിന് അയാൾ കേവലം ഒരു പന്ത് കളിക്കാരനല്ല, ഒരർത്ഥത്തിൽ ദൈവം തന്നെയാണ്. സെമി കളിച്ച അതേ ടീമിനെ നിലനിർത്തി മൊറോക്കോയും 3 മാറ്റങ്ങളുമായി സെനഗലും കളിക്കാനിറങ്ങി. മാനെയും ജാക്സണും ഡിൻഡിയോയും മൊറോക്കൻ ഗോളി യാസിൻ ബോനോവിനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ബ്രാഹിം ഡയസും എൽ കാബിയും മൊറോക്കോയ്ക്കായും തിരിച്ചടികൾ നടത്തുന്നുണ്ടായിരുന്നു. അനുവദിച്ച 90 മിനിറ്റിൽ ഗോൾ പിറന്നില്ല. 8 മിനിറ്റ് ഇഞ്ചുറി ടൈം നാടകീയതകളാൽ നിറഞ്ഞു. 92-ാം മിനിറ്റിൽ സെനഗൽ ഗോൾ അടിച്ചതാണ്. എന്നാൽ ഫൗളിൻ്റെ പേരിൽ ആ ഗോൾ റഫറി നിഷേധിച്ചു. അധിക സമയവും അവസാനിക്കാറായി. മത്സരത്തിൻ്റെ ദൈർഘ്യം ഇപ്പോൾ 97 മിനിറ്റ് 47 സെക്കൻഡ്. സെനഗൽ പ്രതിരോധ താരം എൽഹാജി മാലിക് ഡിയോഫ് ബ്രാഹിം ഡയസിനെ വലിച്ചിട്ടതോടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് വാർ പരിശോധന. ഏറെ നേരത്തെ ആലോചനകൾക്ക് ശേഷം കോങ്കോയിൽ നിന്നുള്ള റഫറി ജീൻ ജാക്കോസ് നദാല പെനാൽറ്റി വിധിച്ചു. മത്സരം അവസാനിക്കാൻ അപ്പോൾ കേവലം 13 സെക്കൻഡ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. തങ്ങളുടെ ഗോൾ നിഷേധിക്കുകയും മൊറോക്കോയ്ക്ക് പെനൽറ്റി അനുവദിക്കുകയും ചെയ്തതോടെ സെനഗൽ താരങ്ങളുടെ നിയന്ത്രണം നഷ്ടമായി. പരിശീലകൻ പാപ്പെത്തിയോവ് താരങ്ങളെ തിരിച്ചു വിളിച്ചു. ഓരോരുത്തരായി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി. നാടകീയ നിമിഷങ്ങൾ. സ്റ്റേഡിയത്തിൽ ആരാധകരും അക്രമാസക്തരായി. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി വഴക്കിട്ടു. കസേരകൾ ഇളക്കി വലിച്ചെറിഞ്ഞു. മാനെ അവരെ ശാന്തരാക്കി. മാനെ തന്നെ റഫറിയോട് കാര്യങ്ങൾ സംസാരിച്ചു. ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി സ്വന്തം താരങ്ങളെ തിരികെ കൊണ്ടുവന്നു. ജയിക്കാനാണെങ്കിലും തോൽക്കാനാണെങ്കിലും മത്സരം പൂർത്തിയാക്കാൻ അയാൾ താരങ്ങളോട് ആവശ്യപ്പെട്ടു. അഷ്റഫ് ഹക്കീമി അടക്കമുള്ള മൊറോക്കൻ താരങ്ങൾ മാനേക്ക് കൈകൊടുത്ത് അയാളുടെ സ്പോർട്സ്മാൻഷിപ്പിന് നന്ദി അറിയിച്ചു. 13 മിനിറ്റിന് ശേഷം മത്സരം പുനരാരംഭിച്ചു. എൽ നസ്രിയുടെ കൈകളിലായിരുന്നു പന്ത്. 5 ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ ഗോളടിക്കുന്ന ആദ്യ മൊറോക്കൻ താരമെന്ന നേട്ടത്തിലെത്താമായിരുന്നു നസ്രിക്ക്. പക്ഷേ പന്ത് അദ്ദേഹം ബ്രാഹിം ഡയസിന് കൈമാറി. ഹീറോ ആവാമായിരുന്ന അവസരം ഒരു ലാഭേച്ഛയുമില്ലാതെ മറ്റൊരാൾക്ക് അയാൾ വിട്ടു നൽകി. സെനഗൽ ഗോളി എഡ്വാർഡ് മെൻഡി പലതരം പ്രകോപനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അതിനയാൾക്ക് മഞ്ഞക്കാടിന്റെ ശിക്ഷയും കിട്ടി. ബ്രാഹിം ഡയസിന്റെ മുഖത്ത് ആശങ്കകൾ ഉരുണ്ടുകയറി. മെൻഡി കാണിച്ച കോപ്രായങ്ങൾക്ക് മറുപടി നൽകാമെന്ന കണക്കുകൂട്ടലിൽ ഒരു കീപ്പറെ തീർത്തും അവഹേളിക്കുന്നൊരു പന്തെത്തിക്കാമെന്ന് ബ്രാഹിം മനസ്സിൽ പറഞ്ഞു. ഒരു അന്ത്യപ്രലോഭന നിമിഷത്തിൽ പനേങ്കയാണ് അയാൾ തിരഞ്ഞെടുത്തത്. മെൻഡി അനായാസം അത് കൈക്കലാക്കി. ചൂണ്ടുവിരൽ മുകളിലേക്ക് ഉയർത്തി അയാൾ അയാളുടെ ദൈവത്തോട് നന്ദി പറഞ്ഞു. എവേ ഗ്രൗണ്ട് ആയിരുന്നിട്ട് പോലും സെനഗലിന്റെ ആർപ്പുവിളിയിൽ ആ സ്റ്റേഡിയം മുങ്ങി. ഇനി 30 മിനിറ്റ് എക്സ്ട്രാ ടൈം. പാപ്പെഗോയുടെ ഒരു അതിശയ പന്തിൽ ആ വിധി പൂർത്തിയായി. മാനയിലൂടെ തുടങ്ങിയ പന്തിനെ പരിചയസമ്പന്നനായ അഷ്റഫ് ഹക്കീമിയെയും മറികടന്ന് പാപ്പെഗോയെ തൊടുത്തൊരു ഇടങ്കാലൻ ബുള്ളറ്റ് ബോനുവിനും തടയാനായില്ല. 2025 മാർച്ചിനു ശേഷം മൊറോക്കോ ഓപ്പൺ പ്ലേയിൽ വഴങ്ങുന്ന ആദ്യ ഗോൾ കൂടിയായിരുന്നു അത്. മൊറോക്കോയുടെ പിന്നീടുള്ള ശ്രമങ്ങൾ മെൻഡിയും ഇടയ്ക്കൊരു ക്രോസ് ബാറും വിഫലമാക്കി. അത് സെനഗൽ ജയിച്ചോട്ടെ എന്ന മട്ടിൽ മുകളിലൊരാൾ നിയന്ത്രിക്കുന്നുവെന്ന് തോന്നിച്ച നിമിഷങ്ങൾ. റഫറിയുടെ ലോങ് വിസിൽ. ഏറെ നാൾ നീണ്ട ഒരു യുദ്ധം അവസാനിപ്പിച്ച യോദ്ധാവിൻ്റെ മുഖം പോലെ തോന്നി റഫറി ജീൻ ജാക്കോസ് നദാലയ്ക്കപ്പോൾ. സാദിയോ മാനെ ആവേശത്താൽ ആ ഗ്രൗണ്ടിലൂടെ ഓടി. മഴത്തുള്ളികൾ അയാളെ അനുഗ്രഹിച്ചു. മുട്ടുകുത്തി നിന്ന് അയാൾ അലറി വിളിച്ചു. ഇടയ്ക്ക് കരഞ്ഞു, ഇടയ്ക്ക് ചിരിച്ചു. ഇനി പ്രസന്റേഷൻ സെറമണിയാണ്. ഇൻഫാന്റിനോയ്ക്കൊപ്പം കാലിബൗലിയാണ് ട്രോഫിയുമായി വന്നത്. അയാളത് മാനേക്ക് കൈമാറി. മാനെയല്ലാതെ മറ്റാരാണ് അത് ഉയർത്തേണ്ടത്? സഹതാരങ്ങളുടെ ചുവടുകളിലും പാട്ടുകളിലും മാനെ ട്രോഫി ഉയർത്തി. മാനെയെയും ആ ട്രോഫിയെയും സഹതാരങ്ങളും ഉയർത്തി. കിരീടത്തോളം മൂല്യം അയാൾക്കുണ്ട്. അയാളും ആകാശത്തോളം ഉയരണം. മാനെ അന്നാട്ടുകാർക്ക് കേവലം പന്തുകളിക്കാരൻ മാത്രമല്ല, തൻ്റെ പണവും പ്രശസ്തിയും അയാൾ നാട്ടുകാർക്ക് വേണ്ടി കൂടിയാണ് ചിലവഴിച്ചത്. സെനഗലിലെ ബാംബാലിംഗ് ഗ്രാമം ഇന്നൊരു പട്ടണമാണ്. അവിടെ സെക്കൻഡറി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. മാനെ പണിത സ്കൂളിലാണത്. നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ സൗജന്യമായി ലാപ്ടോപ്പ് നൽകുന്നുണ്ട്. മൈതാനങ്ങളും ആശുപത്രികളുമുണ്ട്. അതും മാനെ പണിതത്. പ്രസവ സമയത്തെ മരണനിരക്ക് കൂടുതലുള്ള രാജ്യമായിരുന്നു സെനഗൽ. അവിടെ തന്നെയാണ് മാനെ പ്രസവത്തിനും ശിശു സംരക്ഷണത്തിനും പ്രത്യേകമായി ആശുപത്രി തുറന്നതും. ബംബാലിയിലെ കുടുംബങ്ങൾക്കെല്ലാം മാസാമാസം $70 മാനെ നൽകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ക്യാമറ കണ്ണുകളിലും പെടാൻ മാനയ്ക്ക് ഇഷ്ടമല്ല. അതിൽ നിന്നുള്ള പ്രശംസ അയാൾ ആഗ്രഹിക്കുന്നുമില്ല. യൂറോപ്പിലെ കളിക്കളത്തിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോഴെല്ലാം മാനെ ആഫ്രിക്കയിലെ തൻ്റെ ബംബാലിയിലെത്തും. സ്റ്റാർഡം നോക്കാതെ ചളിമൈതാനത്തും മറ്റും ഇപ്പോഴും കളിക്കും. തൻ്റെ സ്കൂളുകളും ആശുപത്രികളും എപ്പോഴും സന്ദർശിക്കും. കുട്ടികളോടും മുതിർന്നവരോടും എപ്പോഴും സംവദിക്കും. ലിവർപൂളിനായി ഒരിക്കൽ കളിക്കുമ്പോഴാണ് മാനെയുടെ കയ്യിലെ
ഡിസ്പ്ലേ പൊട്ടിയൊരു ഫോൺ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കോടികൾ വരുമാനമുള്ള മാനെ എന്തിനാ പൊട്ടിയ ഫോൺ കൊണ്ട് നടക്കുന്നതെന്ന് ഏവരും ആശ്ചര്യപ്പെട്ടു. ഒടുക്കമൊരു മാധ്യമപ്രവർത്തകന് പിടികൊടുത്ത് മാനെ ഇങ്ങനെ പറഞ്ഞു: ഫെറാരി കാറുകളും ഡയമണ്ട് വാച്ചുകളും വിമാനങ്ങളുമൊക്കെ എനിക്കെന്തിനാണ്? എൻ്റെ നാട്ടിലെ വയറൊട്ടിയ മനുഷ്യരാണ് എൻ്റെ മനസ്സിലുള്ളത്. ഫുട്ബോളിന് നന്ദി. എൻ്റെ സമ്പാദ്യം കൊണ്ട് എനിക്കെൻ്റെ നാട്ടിലെ മനുഷ്യരെ കൈപിടിച്ചുയർത്താൻ കഴിയുന്നുണ്ട്. 4 വർഷം മുമ്പ് 2022 ബാലൻഡിയോർ ചടങ്ങിൽ കളിക്കളത്തിലെ പ്രകടനത്തിനപ്പുറം സമൂഹത്തിലെ നല്ല കാര്യങ്ങൾക്കും ഒരു ആദരം നൽകാൻ തീരുമാനിച്ചു. ബ്രസീൽ ഇതിഹാസം സോക്രട്ടീസിന്റെ പേരിലായിരുന്നു ആ പുരസ്കാരം. അന്ന് ആ പുരസ്കാരം മാനേയ്ക്കായിരുന്നു. മാത്രമല്ല, ബാലൻഡിയോറിൽ കരിം ബെൻസിമയ്ക്ക് തൊട്ടുപിന്നിൽ രണ്ടാമത് അന്നെത്തുകയും ചെയ്തു മാനെ. സോക്രട്ടീസ് പുരസ്കാരം നേടിയ ശേഷം മാനെ പ്രസംഗിച്ചു: നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ചേരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് മടിയാണ്. പക്ഷേ എൻ്റെ നാടിൻ്റെ സ്ഥിതി മെച്ചപ്പെടുത്താൻ എന്നെക്കൊണ്ടാവുന്നത് ചെയ്യാൻ എനിക്കിഷ്ടവുമാണ്. അതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറെയില്ല. മാനെ, നിങ്ങളെന്തൊരു മനുഷ്യനാണ്.